ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. 11ാമത് അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ആന്ധ്രാപ്രദേശിൽ യോഗാഭ്യാസ പരിപാടികൾക്ക് നേതൃത്വം നൽകും. വിശാഖപട്ടണത്ത് 5 ലക്ഷത്തോളം പേർ പ്രധാനമന്ത്രിക്കൊപ്പം യോഗയിൽ പങ്കുചേരും. ഭൂമിക്കും ഏകാരോഗ്യത്തിനുമായി യോഗ എന്ന പ്രമേയത്തിൽ നാളെ രാവിലെ 6:30 മുതൽ 7:40 വരെ രാജ്യത്തുടനീളം 1 ലക്ഷത്തിലേറെ യോഗാ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് നടക്കുന്ന യോഗാ ദിനാഘോഷത്തിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യനും കൊച്ചിയിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും മലപ്പുറം കോട്ടയ്ക്കലിൽ നടക്കുന്ന പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി രാംദാസ് അതാവലെയും പങ്കെടുക്കും. രാജ്ഭവനിൽ സംഘടിപ്പിക്കുന്ന പരിപാടി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഉദ്ഘാടനം ചെയ്യും. സമ്പൂർണ്ണ യോഗ സംസ്ഥാനം എന്ന പദവിയിലേക്ക് ഘട്ടം ഘട്ടമായി കേരളത്തെ എത്തിക്കുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി വീണ ജോർജ്. ജീവിതശൈലി രോഗങ്ങൾ കുറയ്ക്കുന്നതിന് യോഗ ഏറ്റവും നല്ല ഉപാധിയാണെന്നും മന്ത്രി പറഞ്ഞു. ആയുഷ് വകുപ്പിന്റെ കീഴിൽ 780 പരം യോഗ കേന്ദ്രങ്ങളും 10,000-ലധികം ആയുഷ് യോഗ ക്ലബ്ബുകളും സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നതായും മന്ത്രി വ്യക്തമാക്കി. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് വിവിധ സ്ഥാപനങ്ങളുടെയും സംഘടനകളുടെയും നേതൃത്വത്തിൽ വിപുലമായ പരിപാടികളാണ് നടക്കുന്നത്. കേരള സർവകലാശാല സംഘടിപ്പിക്കുന്ന പരിപാടി മന്ത്രി GR അനിൽ നാളെ തിരുവനന്തപുരം ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിൽ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ പാലക്കാട്, ഷൊർണൂരും തൃശൂർ കെച്ചേരിയിലും വയനാട് മാനന്തവാടിയിലും യോഗാദിന പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. യോഗാ ദിനത്തിന് മുന്നോടിയായി ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൽ ഇന്ന് യോഗാഭ്യാസ പരിപാടികൾ നടന്നു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ ഭാഗമായി ഗൾഫ് രാജ്യങ്ങളിലും വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കും. സൌദി അറേബ്യയിലെ റിയാദിൽ ഇന്ത്യൻ എംബസിയുടെ നേതൃത്വത്തിലാണ് യോഗാ പരിപാടികൾ. ഖത്തറിലെ ഇന്ത്യൻ എംബസി ഇന്ത്യൻ സ്പോർട്സ് സെന്ററുമായി സഹകരിച്ച് യോഗാദിന പരിപാടി സംഘടിപ്പിക്കും. മനുഷ്യ വന്യജീവി സംഘർഷം തടയുന്നതിനായി 1972 വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യണമെന്നും കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണമെന്നും ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് വനമന്ത്രി AK ശശീന്ദ്രൻ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രിക്ക് വീണ്ടും കത്തയച്ചു. ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങുന്ന വന്യമൃഗങ്ങളുടെ ആക്രമണം തടയുന്നതിൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ അധികാരങ്ങൾക്ക് നിയമപരിമിതികളുണ്ടെന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം ചൂണ്ടിക്കാണിച്ച സാഹചര്യത്തിലാണ് കത്തയച്ചത്. ഗവർണറുടെ അധികാരവും കടമയും എന്തൊക്കെയെന്ന് സംസ്ഥാനത്തെ പാഠപുസ്തകങ്ങളിൽ ഉൾപ്പെടുത്തുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ഈ വർഷം 10ാം ക്ലാസ് സാമൂഹ്യശാസ്ത്രം 2ാം വാല്യത്തിലും ഹയർ സെക്കൻഡറി പാഠപുസ്തകങ്ങൾ പരിഷ്കരിക്കുന്ന വേളയിലും ഈ വിഷയം ഉൾപ്പെടുത്തുമെന്ന് മന്ത്രി വ്യക്തമാക്കി. ജനാധിപത്യത്തിന്റെ മൂല്യങ്ങൾ പഠിക്കേണ്ട യഥാർത്ഥ ഇടങ്ങൾ വിദ്യാലയങ്ങളാണെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് റേഷൻ മണ്ണെണ്ണ വിതരണം നാളെ ആരംഭിക്കുമെന്ന് മന്ത്രി GR അനിൽ. AAY റേഷൻ കാർഡ് ഉടമകൾക്ക് 1 ലിറ്റർ മണ്ണെണ്ണ വീതം ലഭിക്കുമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വൈദ്യുതിയില്ലാത്ത കുടുംബങ്ങൾക്ക് 6 ലിറ്റർ മണ്ണെണ്ണ ലഭിക്കും. വന്യജീവി ആക്രമണത്തെയും വിളനാശത്തെയും ചെറുക്കാൻ വൈദ്യുതി വേലികൾ സ്ഥാപിക്കുന്നതിന് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ നിന്നുള്ള പ്രത്യേക അനുമതി വാങ്ങണമെന്ന് KSEB. ഒരു കാരണവശാലും KSEB ലൈനിൽ നിന്നുള്ള വൈദ്യുതി നേരിട്ടോ അല്ലാതെയോ ഇത്തരം വൈദ്യുതി വേലികളിലേക്ക് പ്രവഹിപ്പിക്കാൻ പാടില്ല. നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി വൈദ്യുതി വേലികൾക്ക് വേണ്ടി അനധികൃതമായി വൈദ്യുതി ഉപയോഗിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ കടുത്ത നിയമ നടപടി സ്വീകരിക്കുമെന്ന് ബോർഡിന്റെ അറിയിപ്പിൽ പറയുന്നു. നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഇന്നലെ 75.27% പോളിംഗ് രേഖപ്പെടുത്തിയതായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അന്തിമ കണക്കുകൾ. വോട്ടെണ്ണൽ തിങ്കളാഴ്ച രാവിലെ 8-ന് ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിക്കും. സംസ്ഥാന എയ്ഡ്സ് നിയന്ത്രണ സൊസൈറ്റിയുടെ കീഴിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവർത്തിക്കുന്ന HIV ടെസ്റ്റിംഗ് ലബോറട്ടറിക്ക് NABL അംഗീകാരം. ഇതോടെ ഇവിടെ നിന്നും ലഭിക്കുന്ന റിപ്പോർട്ടുകൾക്ക് അന്താരാഷ്ട്ര അംഗീകാരം ലഭിക്കും. രോഗികൾക്ക് OP ടിക്കറ്റോ മറ്റ് റഫറലുകളോ ഇല്ലാതെ സൌജന്യമായി ലാബിൽ HIV ടെസ്റ്റിംഗ് നടത്താവുന്നതാണ്. പോലീസ് വകുപ്പിന് വേണ്ടി വാങ്ങിയ 241 പുതിയ വാഹനങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. തിരുവനന്തപുരം SAP ഗ്രൌണ്ടിൽ നടന്ന ചടങ്ങിൽ പോലീസ് സ്റ്റേഷനുകൾക്കും കൺട്രോൾ റൂമുകൾക്കും സ്പെഷ്യൽ യൂണിറ്റുകൾക്കുമുള്ള വാഹനങ്ങൾ കൈമാറി. കണ്ണൂർ ജില്ലയിലെ തെരുവുനായ ശല്യം അടിയന്തരമായി പരിഹരിക്കുന്നതിന് കണ്ണൂർ കോർപ്പറേഷനിൽ 2 കന്റോൺമെന്റ് പരിധിയിൽ 1 ഷെൽട്ടർ ഹോമുകൾ സ്ഥാപിക്കുമെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി. 2 ദിവസത്തിനുള്ളിൽ 3 ഷെൽട്ടർ ഹോമുകളുടെ സ്ഥാപിച്ച് നഗരത്തിൽ അലഞ്ഞു തിരിയുന്ന നായ്ക്കളെ പിടികൂടി ഇവിടേക്ക് മാറ്റും. ജില്ലയിലെ തെരുവുനായ ആക്രമണവുമായി ബന്ധപ്പെട്ട് മന്ത്രിയുടെ അധ്യക്ഷതയിൽ കളക്ടറേറ്റിൽ ഇന്ന് ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ഇടുക്കി പീരുമേട്ടിൽ ആദിവാസി യുവതി വനത്തിനുള്ളിൽ മരിച്ച സംഭവം വിശദമായി അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചതായി ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണുപ്രദീപ്. SP-യുടെ നേതൃത്വത്തിലാണ് അന്വേഷണം. ഇന്ത്യ-ഇംഗ്ലണ്ട് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ലീഡ്സിലെ യോർക്ക്ഷയർ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ പുരോഗമിക്കുന്നു. ടോസ് നേടിയ ഇംഗ്ലണ്ട് ഇന്ത്യയെ ബാറ്റിംഗിന് അയച്ചു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 2 വിക്കറ്റ് നഷ്ടത്തിൽ 219 റൺസ് എന്ന നിലയിലാണ്. ഇന്ത്യയ്ക്കായി യശസ്വി ജയ്സ്വാൾ സെഞ്ചുറി നേടി.
പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.